ഓവർ കംഫർട്ട് നമ്മൾ പണിയെടുക്കുന്നതിന് തത്തുല്യമായിട്ട് കൊടുക്കാം. അതെ 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 അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്നതിന് ഒരു വില ഉണ്ടാവില്ല. അതെ അതെ. പക്ഷെ നമ്മൾ ഇത്രയും നമ്മൾ ഈ പറഞ്ഞ പോലെ ഇപ്പൊ നമുക്കെന്താ ഞാൻ പെട്ടെന്ന് റിലേറ്റ് നമുക്ക് റിലേറ്റ് ചെയ്തൊരു കാര്യം പറയാം. നമുക്കൊരു ഹിറ്റ് കിട്ടുമ്പോ ഒരു സന്തോഷപ്പില്ലേ? നമുക്കത് കിട്ടാത്തോണ്ടാ. മനസ്സിലായോ? ഇപ്പൊ വെറുതെ കിട്ടിക്കൊണ്ടിരുന്നാലും നമുക്ക് സന്തോഷം ഉണ്ടാവില്ല. ഞങ്ങൾക്ക് പെട്ടെന്ന് റിലേറ്റ് ആവും. മാമിനോടൊന്നും തോന്നല്ലേ? എനിക്കിടക്ക് മരുഭൂമിയിൽ മഴ പെയ്യുന്ന ഇടക്ക് ഹിറ്റൊക്കെ ഏതാടാ നിങ്ങളിപ്പോ താമസിക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ഒരു ഏഷണി പോലെ ഒരു പാര പോലെ ഒരാൾ വന്ന് താമസിച്ചതിന് ശേഷം നിങ്ങൾക്ക് അവിടെ ഒരു സമാധാനം ഇല്ല. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അവിടെ. ആ സ്ഥലം എനിക്ക് അവിടെ താമസിക്കുന്ന സ്ഥലത്ത് കുറച്ച് കാലമായിട്ടുണ്ട്. അപ്പൊ അവിടെ ഒരു പുതിയ ആള് വന്നു, അയാളെ കൂടി അഡ്ജസ്റ്റ്, അയാളെ കൂട്ടുകാരെന്നും പറഞ്ഞ് കുറച്ച് പേര് വരുന്നുണ്ട്. അവരാണ് പ്രശ്നം. അവന്മാരെ കൊണ്ടൊന്നും ഒരു രക്ഷയില്ലാതുള്ളതാണ്. നീ ഒത്തില്ല ആ മൂപ്പര് ഒപ്പിക്കാൻ നടക്കുക. ഇവർ രണ്ടുപേരും ഒരു സ്ഥലത്താണ് അല്ലെ? നെയ്ബേഴ്സ് ആണ്. നിങ്ങൾ കാണാറുണ്ടോ? കണ്ടുമുട്ടാറുണ്ട്? പിന്നെ സ്വാഭാവികം. ഞാൻ റീലുകൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഇവൻ വന്ന് പ്രോത്സാഹിപ്പിക്കാറുണ്ട്. ഒറിജിനൽ ഷൂട്ടിംഗ് കഴിഞ്ഞ് പുള്ളി തിരിച്ചു വരും. ഇതിലുമെന്നില്ലേ? അതെ, നീയും എന്നെ പോലൊരു മിടുക്കനാ. പുള്ളിക്കാരിയും നിവിനും കൂടെ പറഞ്ഞു ഈ പറഞ്ഞ പോലെ നമുക്ക് സെക്കൻഡ് പാർട്ട് ചെയ്താലോ. എന്നിട്ട് അപ്പൊ ഞാൻ ഒന്നുകൂടെ ചോദിച്ചു, ശരിക്കും മാഡം ഉദ്ദേശിക്കുന്നുണ്ടോ? ഉണ്ട്. ഞാൻ പറഞ്ഞു, അളിയാ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നാ ചെയ്യാം, എന്നാ ധ്യാനെ വീഡിയോ കോൾ ചെയ്യാം. എടുത്തില്ല. ഭയങ്കരം തന്നെ. എടുത്തില്ലെന്നല്ല, ആ സമയം എനിക്ക് എന്തോ ഉറക്കത്തിൽ എന്തോ ഒരു ഇടുത്തി വീഴുന്ന പോലെ എന്തോ ഒരു സംഭവം, ആരും എന്നെ പറ്റി എന്തോ സംസാരിക്കുന്നത്, എന്റെ ജീവിതം നശിച്ചു പോകാൻ പോകുന്നു. വീണ്ടും എന്തോ കോള് ഇദ്ദേഹം ഫോൺ വിളിക്കുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി നമ്മളെ മറ്റേ വിളക്ക് കിടുന്നു ശരിയാവുന്നില്ല. അവരുടെ ട്രൂത്തില് എലി അദ്ദേഹത്തിന്റെ കോളും കണ്ടപ്പോ അടുത്ത മെസ്സേജാ, ഇവിടെ എല്ലാരും ഉണ്ടടാ, ഫോൺ എടുക്കടാ. വേണ്ട, അതോടെ ഓഫ് ചെയ്തു. എന്നിട്ട് 2 മണിക്കൂർ കഴിഞ്ഞപ്പോ എന്താ സദാ. ഞാൻ എന്നെ ഷൂട്ട് കഴിഞ്ഞപ്പോ എന്നോട് മയൻസ് ചോദിച്ചു, ഞാൻ എന്താണ് അടുത്ത സിനിമ? ഞാൻ പറഞ്ഞു, ഈ സിനിമ ഒന്നുകൂടെ നന്നായി എടുക്കണം എന്നുണ്ട്. ഞാൻ പോകുന്നു. ബൈ ബൈ.